എന്താ അച്ഛനും ഞാനും തമ്മിൽ ഇത്രയും നേരം സംസാരിക്കുകയായിരുന്നു. പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ നീ. ഒരു പരിഹാരം എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ? പൂജാരി പറഞ്ഞ പരിഹാരം രാധികയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നല്ലേ? അതാണോ ഉദ്ദേശിക്കുന്നത്? മോനെ, ഭാവിയിലെ നന്മയ്ക്ക് വേണ്ടി ഇപ്പൊ ചില കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുമല്ലോ. നീ ഇത് ആ അർത്ഥത്തിൽ കണ്ടാ മതി. കുറച്ചു ദിവസത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കുന്നത് വരെ രാധിക അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. രാധിക എന്റെ ഭാര്യയാണ്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനിടയിൽ ഞങ്ങൾക്ക് എന്തായാലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. എടാ, വാശി പിടിക്കരുത്. ഈ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ നീ കാണുന്നതല്ലേ? നിന്നെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണ്ടേ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഓരോന്ന് ചെയ്യേണ്ടത്? അച്ഛനും ഇതേ നിലപാട് തന്നെയാണോ? കുടുംബനാഥൻ എന്ന നിലയില് കുടുംബത്തിലെ എല്ലാവരുടെയും പേടിയും പരാതിയും എനിക്ക് കണ്ടല്ലേ പറ്റൂ. കുടുംബത്തിനൊരാപത്ത് സംഭവിക്കുന്നത് ഒഴിവാക്കണമെന്ന അഭിപ്രായമാണ് എനിക്ക്. നന്നായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. എല്ലാവരുടെയും പ്രശ്നം രാധികയാണല്ലോ. ഞാനേ രാധയും കൂട്ടി എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. എന്നിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയെങ്കിൽ ജീവിച്ചോളാം. അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും ഒരുമിച്ചുണ്ടാവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാ ഇത്രയൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടും ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ എന്തായാലും രാധികയും കൂട്ടി നാളെ തന്നെ പൊയ്ക്കോളാം. അല്ല, രാധികയും കുട്ടി പോകുന്ന കാര്യമല്ല പറഞ്ഞത്. രാധികയും കുട്ടി എവിടെ ചെന്ന് താമസിച്ചാലും നിനക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കും. അത് ഞങ്ങൾ അനുവദിക്കില്ല. എങ്കിൽ എന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ കണിമംഗലത്തുണ്ടെങ്കിൽ എന്റെ കൂടെ രാധികയും ഉണ്ടാവും. രാധിക പുറത്തു പോവുകയാണെങ്കിൽ അവളുടെ കൂടെ ഞാനും അങ്ങ് പോകും. ഒന്നിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ എന്തു ദുരന്തം എന്റെ മേൽ വന്നാലും അത് നേരിടാനായിട്ട് ഞാൻ തയ്യാറാ. എടാ മോനെ, ഞാനൊന്ന് പറയുന്നു, നീ കേക്ക്. മതി. അതെ, ഇവിടെ ഈ അരങ്ങേറുന്ന പ്രേത നാടകത്തിന് പുറകിൽ ആരാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം.